എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പത്രക്കാരെ കണ്ട് ഈ കാര്യങ്ങൾ വിശദീകരിക്കാത്തത്? എന്തുകൊണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിട്ട് പോലും അതിനെക്കുറിച്ച് വിളിച്ചൊരു പേഴ്സണൽ എൻക്വയറി പോലും നടത്താതെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ADGPനെ ഏൽപ്പിച്ചതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താ? ഇതൊക്കെ അറിയാൻ സാധാരണ ജനത്തിന് താല്പര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ മറുപടി പറയാത്തതെന്ന് എനിക്ക് അത്ഭുതം. ഈ കാര്യത്തിൽ CPIയുടെ സംസ്ഥാന നേതൃത്വം എടുത്തിട്ടുള്ള സ്റ്റാൻഡാണ് അത്ഭുതം. അവർ വിമർശിക്കുന്നുണ്ട്, എന്നാൽ മുഖ്യമന്ത്രിനെ കാണുമ്പോൾ ഒന്നും പറയുന്നില്ല. ഇത് പണ്ട് 1977 അന്ന് രാജൻ കേസിന്റെ ഒരു വിധി വന്നപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന K. കരുണാകരൻ രാജിവെക്കണമെന്ന് പറഞ്ഞ പാർട്ടിയെ CPI. അന്ന് അവർ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയാണ്. അന്ന് വ്യവസായ മന്ത്രിയായിരുന്ന PK വാസുദേവൻ നായരും ലൈസൺ കമ്മിറ്റി അംഗമായിരുന്ന വെളിയം ഭാർഗവനുമാണ് കോടതിയുടെ കമന്റിന്റെ പേരിൽ, അന്ന് കമന്റേ ഉള്ളൂ, വിധിയല്ല, മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ശരിയല്ല, അങ്ങനെ ഒരു വ്യക്തി കസ്റ്റഡിയിൽ എടുക്കപ്പെട്ടു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ തെളിവ്, അതുകൊണ്ട് ഉണ്ടെങ്കിൽ ഹാജരാക്കണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തണം എന്നാണ് ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ അന്ന് ഹൈക്കോടതി പറഞ്ഞ ജഡ്ജിമെന്റ്. ആ കമന്റിന്റെ പേരിൽ K. കരുണാകരൻ രാജിവെക്കണമെന്ന് പരസ്യമായിട്ട് CPI ആവശ്യപ്പെട്ടു. ആ CPIയുടെ ഇന്നത്തെ നേതാക്കന്മാരാണ് സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ നോക്കിയെന്ന് പറഞ്ഞ് പത്രക്കാരോട് വികാരത്തോടെ സംസാരിക്കുകയും മുഖ്യമന്ത്രിയെ കാണുമ്പോൾ മാത്രം ചെവിയിൽ പറയാമെന്ന് പറയുകയും ചെയ്യുന്ന ഉറപ്പാണ്. അതുകൊണ്ട് ഇതിനെ ഒരു കൂട്ടു നിൽക്കുന്നുണ്ടോ എന്ന് അറിയണം, ഈ RSSുമായിട്ടുള്ള. കാരണം CPIനെ കുറിച്ച് ഞങ്ങൾ പറയാൻ കാരണം CPI ഇന്ത്യ മുന്നണിയിൽ അംഗം, CPM ഔദ്യോഗികമായിട്ട് അംഗമല്ല, CPI ഇന്ത്യ മുന്നണിയിൽ അംഗം. അത്രയും മറ്റേ അഖിലേന്ത്യാ തലത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിട്ടുള്ള പാർട്ടി എന്തുകൊണ്ട് ഈ ഡീലിനെ കുറിച്ച് ശക്തമായി പ്രതികരിക്കുന്നില്ല? ഇത് വളരെ നാൾക്ക് നാൾ ദുരൂഹത വർദ്ധിക്കുക. ഒന്നുകിൽ മുഖ്യമന്ത്രി പത്രക്കാരെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കണം, അതല്ലെങ്കിൽ രാജിവെക്കാൻ തയ്യാറാണ്. ഇത് രണ്ടുമല്ലാതെ അനുയായികളെ കൊണ്ട് മാത്രം പറയിപ്പിച്ച് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. ആ സ്റ്റാൻഡാണ് പാർട്ടി എടുത്തിട്ടുള്ളത്. അതാണ് UDF-NE സ്റ്റാൻഡ്. അല്ല, അതിൻ്റെ രസം എന്താ അറിയോ? അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല? മുഖ്യമന്ത്രി ചോദിച്ചോ, നിങ്ങൾ എന്തിനാ RSS നേതാവിനെ കണ്ടത്, പ്രതിപക്ഷ നേതാവിനെ രക്ഷിക്കാനാണോ എന്ന് ചോദിച്ചോ മുഖ്യമന്ത്രി? ഇല്ലല്ലോ. അത് ഈ പറഞ്ഞ പോലെ ആദ്യം ഒന്ന് പറഞ്ഞിങ്ങനെ നേരെ യൂട്ടേൺ അടിച്ചാണ്. അതിനെ ഞങ്ങൾ അത്രയ്ക്ക് ഗൗരവത്തിലെടുത്തിട്ടുള്ളൂ. ഈ RSSന്റെ അഖിലേന്ത്യാ സർക്കാർ ദത്താത്രയെ കണ്ടുവെന്ന് ADGP കണ്ടുവെന്ന് ആദ്യം പറയുന്ന പ്രതിപക്ഷ നേതാവാണ്. തെളിവുണ്ട് എന്നും പറയുന്നുണ്ട്. ഇത്രയും സംഭവങ്ങൾ നടന്നിട്ടും തെളിവ് എന്തുകൊണ്ടാണ് ഈ പ്രതിപക്ഷ പുറത്തുവിട്ടത്? അല്ല, അത് നിഷേധിച്ചാലേ തെളിവ് ആചാര കണ്ടു. അത് നിഷേധിക്കുന്നില്ല. അല്ലല്ല, അത് ADGP സമ്മതിച്ചു കൊണ്ടുവന്നു. പിന്നെന്ത് തെളിവ് ഹാജരാക്കേണ്ടത്? അദ്ദേഹം ഒരു പാവം മനുഷ്യൻ, അദ്ദേഹത്തിന് ബൊമ്മ പോലെ ഇരിക്കും. സർക്കാർ തലത്തിൽ അന്വേഷിക്കുന്നുണ്ട്, ഒന്ന് DGP തലത്തിൽ പ്രത്യേക കമ്മിറ്റി അന്വേഷിക്കുന്നുണ്ട്. അല്ല, ആ അന്വേഷണം പ്രഹസനാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ഒന്നുകിൽ DGPനെ മാത്രമായിട്ട് ഏൽപ്പിക്കണമായിരുന്നു. പക്ഷെ അതിന് പകരം ഈ 4 ഉദ്യോഗസ്ഥന്മാരെ സഹായിക്കാൻ വെച്ചിട്ടുള്ളതൊക്കെ കീഴുദ്യോഗസ്ഥന്മാരാണ്. ഇപ്പൊ കേൾക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്ന ചോദ്യം ചെയ്യുന്ന DGP അല്ല. പിന്നെ ഈ അന്വേഷണം കൊണ്ട് എന്താ കാര്യം? എന്തുകൊണ്ട് ഒരു ജുഡീഷ്യൽ എൻക്വയറിക്ക് തയ്യാറാവുന്നില്ല?